വെറും 500 രൂപ കൊണ്ട് നമുക്ക് ഈ ബിസിനസ് തുടങ്ങാം. മുഴുവൻ അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കാണുക. ഇത് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്, സീനിയർ സിറ്റിസൺസിന്, ഈവൻ സ്റ്റുഡൻസിന് പോലും വളരെ നന്നായിട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ചാനലിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ചെറുകിടമായിട്ടുള്ള ചെറിയ ബിസിനസ്സുകളെ കുറിച്ച് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അല്പം കൂടിയ ബജറ്റുള്ള ബിസിനസ്സുകളും പറയാറുണ്ട്. എങ്കിലും ശ്രദ്ധിക്കാറുണ്ട്, വളരെ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക്, വളരെ ബജറ്റ് കുറഞ്ഞ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ തന്നെ ആയിരിക്കണം നമ്മളുടേതെന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് നിഷ്കർഷ തന്നെയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഒരു ലൈക്ക് ചെയ്യുക. കാരണം ലൈക്കിന്റെ കുറവ് നമ്മളുടെ വീഡിയോയ്ക്ക് ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ കമന്റുകളും വളരെ ശുഷ്കിച്ച രീതിയിലാണ് നമുക്ക് വരാറുള്ളത്. തീർച്ചയായിട്ടും വളരെ എഫർട്ട് ചെയ്താണ് ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. തെറ്റില്ലെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും ഫാക്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കമന്റും ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കും അതൊരു സഹായം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രോഡക്റ്റ് ആണ് ഗ്ലാസ് ക്ലീനർ. വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ക്ലീനർ ആണ് ഇന്നത്തെ പ്രോഡക്റ്റ്. അതായത് നമ്മളുടെ വീട്ടിലെ ജനലുകളാണെങ്കിലും ഇല്ലെങ്കിൽ ടീപ്പോകളാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളും പൊടി വളരെ വേഗം അബ്സോർബ് ചെയ്യും. വളരെ വേഗം അതിൽ പൊടി പിടിക്കും. അത് നമ്മളുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള പൊടികൾ പോലും അതിലുണ്ടായിരിക്കും. അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്ത് കൊടുക്കുക തന്നെ വേണം. അങ്ങനെയുള്ള വളരെ കോസ്റ്റ് കുറച്ച്, 500 രൂപ എന്ന് പറഞ്ഞു അത്രയും പോലും വേണ്ട, കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊപ്പോർഷനാണ്, ഒരു ഫോർമുലയാണ് ഇവിടെ പറയുന്നത്. മുമ്പോട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫോർമുല എഴുതിയെടുക്കുക. അതാദ്യം വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് എന്തെങ്കിലും ഫാക്ട് ഉണ്ട്, കൊള്ളാം എന്ന് കണ്ടെങ്കിൽ മാത്രം മുമ്പോട്ട് പോവുക. അതിനു മുമ്പ് ഇത് ചെയ്യുന്ന രീതിയും പ്രൊപ്പോർഷനും ഒന്ന് കണ്ടു നോക്കാം. വളരെ സിമ്പിൾ ആണ് പരിപാടി. വെള്ളം എടുക്കുക, അതിനകത്ത് വിനാഗിരി കലർത്തുക, പറഞ്ഞിരിക്കുന്ന അളവിൽ ഷാംപൂ കലർത്തുക, നന്നായിട്ട് ഇളക്കുക, നല്ല രീതിയിൽ ഇളക്കുക. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫ്യൂം ചേർക്കാവുന്നതാണ്. പെർഫ്യൂം ചേർത്തില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഷാംപൂവിന് ഒരു പ്രത്യേക പെർഫ്യൂം ഉണ്ടായിരിക്കും. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ പാക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്പ്രേ ടൈപ്പ് ബോട്ടിലുകളാണ് വാങ്ങിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഗുണകരമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടെ കമ്പനിയുടെ പേര്, നമ്മളുടെ പ്രോഡക്റ്റിന്റെ പേര്, അത് എത്ര ml, എന്താണ് അതിന്റെ MRP, എത്ര എക്സ്പയറി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്ത ഒരു ലേബൽ കൂടെ നമുക്ക് വേണ്ടിവരും. ആ ലേബലും കൂടെ നമ്മളുടെ ബോട്ടിലിന്റെ പുറത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ
കാര്യങ്ങൾ കഴിഞ്ഞു, നമ്മളുടെ പ്രോഡക്റ്റ് റെഡിയായി. ഇതൊക്കെ ആദ്യം നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം വേണമെങ്കിൽ ചെറുകിട മെഷീൻസ് കിട്ടും. ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിലിൽ ലേബൽ എങ്ങനെ ഒട്ടിക്കും, അങ്ങനെയുള്ള മെഷീനുകൾ, അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇട്ട് തരുന്നതാണ്. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കൂടെ പറയാം. ഓൾറെഡി വീഡിയോയിൽ കണ്ടതാണെങ്കിലും ക്ലാസ്സിൽ നിന്ന് പൊടിയും അഴുക്കും എല്ലാം മാറ്റുക, ആദ്യം തുടച്ചു മാറ്റുക ആണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളിവിടെ ചെയ്തപ്പോൾ ആ പൊടിയോട് കൂടിയാണ് അത് ക്ലീൻ ചെയ്ത്, എന്നിട്ടും ഏറ്റവും നല്ല രീതിയിൽ അത് ക്ലീൻ ആയി. അതിനുശേഷം സ്പോഞ്ചിൽ ലിക്വിഡ് എടുത്ത് ഗ്ലാസ്സിൽ നന്നായി തേക്കുക. ശേഷം വെള്ളം സ്പ്രേ ചെയ്തോ ശക്തിയായി ഒഴിച്ചോ വീണ്ടും കഴുകി പത്രക്കടലാസ് ഉപയോഗിച്ച് ഒപ്പിയെടുക്കണം. ഇങ്ങനെ ഒരു സ്ലിപ്പും കൂടെ പറ്റുമെങ്കിൽ നമുക്ക് ആ ബോട്ടിലിന്റെ കൂടെ ഇടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വളരെ ചെറിയ അളവാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ആ സെയിം പ്രൊപ്പോർഷനിൽ നിങ്ങൾക്ക് എത്ര അളവ് വേണമെങ്കിലും കൂട്ടാവുന്നതാണ്. ഇവിടെ റോ മെറ്റീരിയൽ കാണിക്കുന്നില്ല, എവിടെ നിന്ന് കിട്ടും ഒന്നും കാണിക്കുന്നില്ല. കാരണം വിനാഗിരി നിങ്ങൾക്കറിയാം എങ്ങനെ കിട്ടുമെന്ന്, ഷാംപൂ നിങ്ങൾക്കറിയാം എങ്ങനെ കിട്ടുമെന്ന്, വെള്ളം ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആണ്. വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുകിട ബിസിനസ്, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്. ഇതിന്റെ ലാഭം എത്ര എന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര രൂപയാകുന്നുണ്ട്, പ്ലസ് നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ, നിങ്ങളുടെ അതർ എക്സ്പെൻസസ്, എന്തൊക്കെ എക്സ്പെൻസസ് ആയിട്ടുണ്ടോ അതെല്ലാം കൂട്ടിയതിനു ശേഷം നമുക്ക് ഒരു 20-30% ലാഭമിട്ട് കടക്കാർക്ക് കൊടുക്കാം. അതിനുശേഷം കടക്കാർക്ക് MRP കൂടെ ഫിക്സ് ചെയ്യണം. അവർക്കും ഒരു 30-35% കിട്ടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് നടത്തുക. ഡയറക്റ്റ് നിങ്ങൾ വീടുകളിൽ എത്തിക്കുകയാണെങ്കിൽ ആ ലാഭവും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീടുകളിൽ ചെറിയ ഡിസ്കൗണ്ടും കൊടുക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. കൂടാതെ ഇതിനകത്ത് ഗുണമേന്മ ഇതേ രീതിയിൽ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടാകുന്നതാണ്. ഈ ബോട്ടിലുകൾ എവിടെ കിട്ടും എന്നുള്ളതിന്റെ വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. ബോട്ടിൽസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി, വീഡിയോ നിങ്ങൾക്ക് കിട്ടും. സ്പ്രേ ബോട്ടിലും സാധാരണ ബോട്ടിലും ഒക്കെ കിട്ടുന്ന ഇഷ്ടം പോലെ വീഡിയോകൾ നമ്മളുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ അതും എടുത്ത് കാണിക്കുന്നില്ല. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഒരു ലൈക്ക്, പ്ലസ് ഒന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട്, ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട്. കൂടാതെ നിങ്ങളുടെ ഒരു ഷെയർ അത്യന്താപേക്ഷിതമാണ്. നന്ദി, നമസ്കാരം.